ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. ചട്ടി വെച്ച് നന്നായി ചൂടാകുമ്പം വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ശേഷം കുറച്ച് കടുകിടാം. അതിനുശേഷം കുറച്ച് ഏലക്ക, പട്ട, പെരിഞ്ജീരകം ഇതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം അതിനകത്തേക്ക് നമുക്ക് ചെറിയുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. വലിയ ചെറിയുള്ളിയെല്ലാം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു 2 സവാള, വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. അത് ചെറുതായിട്ടൊന്ന് കുക്കായി എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ കൂന്തൽ ഇട്ട് കൊടുക്കാം. ചില സ്ഥലത്ത് കൂന്തൽ എന്ന് പറയും, ഞങ്ങളിവിടെയൊക്കെ കണവയെന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളാണ്. ഗരം മസാലയുടെ ചെറിയൊരു കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുത്തു. ശേഷം നല്ലോണം കഴുകി വെച്ചേക്കുന്ന ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂന്തൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ശേഷം നമുക്ക് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നത് കറിക്ക് എപ്പോഴും രുചി കൂട്ടുമെന്നാണ് പറയുന്നത്. ഒരു നിരപ്പിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോഴും അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ കിച്ചണിൽ തന്നെ വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനാണ്. അതും കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഞാനിത് ഫ്രൈ ആക്കി എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വെള്ളം കൂടിപ്പോയത് കൊണ്ട് തന്നെ ഒരു 20-25ഓളം മിനിറ്റ് ഞാനത് കുക്കാക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷമാണ് വെള്ളമെല്ലാം വറ്റിയത്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ കൂന്തലിൽ നിന്ന് നിറയെ വെള്ളം ഇറങ്ങും. ശേഷം നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിരിക്കും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.